ഹാപ്പി ബേബി ഫിഷിംഗ് ഗൈസ്. എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ കുറേ നാളായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അതുകൊണ്ട് തന്നെ ഇന്നൊരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ഒക്കെ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ മീന് ഉറപ്പായി ഉണ്ടാകും. അപ്പൊ നമ്മളെ ഫിഷിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതേ കണ്ടോ, നമ്മള് പുതുതായിട്ടൊരു അംബ്രല ഫിഷ് ട്രാപ്പ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാദ്യം നമ്മൾ കിട്ടി വെക്കാം. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ചെമ്മീനൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇവിടെ കുറെ ചെമ്മീനൊക്കെ ഞാൻ കുറച്ച് ദിവസമായി ആക്ടിവിറ്റി കാണുന്നു, ചെമ്മീന്റെ കുട്ടി. അപ്പൊ അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അംബ്രല ഫിഷ് ട്രാപ്പ് ഒക്കെ മേടിച്ചിട്ടുള്ളത്. സോ ഇതെങ്ങനെയാണ് വരുന്നത്, ഇതിന്റെ ഉള്ളിൽ കൂടെ തീറ്റിടുക. അപ്പോൾ ഞണ്ട്, ചെമ്മീന്, അങ്ങനെ വലിയ മീനൊക്കെ കയറുന്നതാണ് അതിൽ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മൾക്ക് നോക്കാം എന്തൊക്കെ കിട്ടുന്നത്. ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ചെമ്മീന് പിടിക്കാൻ വേണ്ടിയിട്ട് അവര് ഫിഷ് ട്രാപ്പിൽ, സെയിം ഫിഷ് ട്രാപ്പ് തന്നെയാണ്. ഇത് കണ്ടോ, പച്ച കപ്പയാണ് അവര് പീസ് പീസാക്കിയിട്ട് ഇട്ട് വെച്ചിട്ടുള്ളത്. സോ ഞാനും വിചാരിച്ചു നമ്മൾക്കും ട്രൈ ചെയ്ത് നോക്കാം, കിട്ടുമെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതല്ലാതെ ചെമ്മീന് പിടിക്കാൻ എന്ത് തീറ്റ ഇടുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ ആ വീഡിയോയിൽ കണ്ടപ്പോൾ എന്നാ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾക്ക് നോക്കാം. ഇവിടെ ഉറപ്പായും ചെമ്മീൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇടാമെന്ന് വിചാരിക്കുന്നത്. അയ്യോ പോയി, നല്ല ക്ലോത്ത് ആട്ടോ. പിന്നെ ഞാൻ ഈ അംബ്രല ഫിഷ് ട്രാപ്പിനെ മേടിക്കാനുള്ള കാരണം, നമ്മൾക്ക് എവിടെ പോകണമെങ്കിലും ഇതിങ്ങനെ മടക്കി ചുരുട്ടിയിട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും, ബാഗിലൊക്കെ ഇട്ടിട്ട്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഈ ഫിഷ് ട്രാപ്പിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം, ആവശ്യമുള്ളവർ പോയി നോക്കിക്കോളൂ, എന്നിട്ട് മേടിച്ചോളൂ. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് തീറ്റ ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ്. ഇത് ഭയങ്കര സ്മൂത്ത് നെറ്റാണ്. ഇതേ കണ്ടോ, ഈ ഒരു ചെറിയ ഓട്ടയാണ്. അപ്പോൾ ചെമ്മീന് കയറിയാലും പോവൊന്നും ഇല്ല. എന്നിട്ട് നമ്മൾ ഇത് ഇവിടെ എവിടെ ഇട്ട് വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കൂടുതൽ മീനുള്ളൊരു സ്ഥലമുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇവിടെ ഇപ്പോൾ എന്തോ ഒരു സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തായാലും പണിയൊക്കെ ഇല്ലാത്ത സമയത്താണ് വന്നിട്ടുള്ളത് ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഞാൻ ചെമ്മീൻ്റെ കുറേ ആക്ടിവിറ്റി കണ്ടോ, കുറേ മീനുണ്ട് കേട്ടോ. ചെമ്മീൻ്റെ ആക്ടിവിറ്റി അവിടെയും കാണാറുണ്ട്, പിന്നെ ആ സൈഡൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ള് മീനായിരുന്നു കുറച്ച് ദിവസമായിട്ട്. പക്ഷെ നമ്മൾക്ക് ചൂണ്ടയിലൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ടോ, കുഞ്ഞു കുഞ്ഞു പൊടിമീൻ. എൻ്റെ പടച്ചോനെ, ഇത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. കണ്ടോ, ഭയങ്കര കുഞ്ഞു പൊടിമീനാണ്. ഇത് എന്തിന്റെ മീനാണെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും നമ്മൾക്ക് ആദ്യം ഫിഷ് ട്രാപ്പ് ഇട്ട് വെക്കാം. ആഴത്തിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഈ ഒരു സ്പോട്ടിലാണ് ഇടാൻ വേണ്ടി നോക്കുന്നത്. കാരണം ഇവിടെ കുറച്ച് ആഴമുണ്ട്, പോരാത്തതിന് നല്ല മീനിന്റെ ആക്ടിവിറ്റി ഉണ്ട്. ഇതൊരു പരീക്ഷണമാണ് കേട്ടോ. നമ്മൾ ആ വീഡിയോയിൽ കണ്ടതുകൊണ്ടാണ് ഈ ഒരു തീറ്റ ഇട്ടത്, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും തീറ്റ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും നമ്മുടെ കുടയൊക്കെ മുങ്ങുന്നുണ്ട്. ഇനി മീന് കയറിയ മാത്രം മതി. അമ്മീ, അതിന് മേലെ കൂടെ എത്രയോ മീൻ പോണത്. ഓ, അപ്പൊ എന്തായാലും നമ്മുടെ കുട താഴ്ത്തു പോയി മുട്ടി നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിവിടെ ഇങ്ങനെ വെക്കാം. ഇത് പോവില്ലാന്ന് വിചാരിക്കണു. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മൾക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം, എന്നിട്ട് മീൻ വല്ലതും പെട്ടിട്ടുണ്ടോന്ന്. അല്ലെങ്കിൽ നമ്മൾക്ക് അടുത്തത് സ്പോട്ട് മാറ്റിട്ട് മൈദമാവ് ഉണ്ടല്ലോ, അത് കുഴച്ചിട്ട് ഇട്ട് നോക്കാം. അപ്പൊ എന്തായാലും ഇതിവിടെ കിടക്കട്ടെ. എന്നിട്ട് നമ്മൾ ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെമ്പല്ലി പിടിക്കാനാണ്. നമ്മൾ മത്തിയിലും ചെമ്പല്ലി പിടിക്കാൻ നോക്കും. നമ്മളെ ഷാഡ് ഉണ്ട്. അപ്പൊ ഇന്ന് ഉറപ്പായിട്ട് നമ്മളെ മീന് പിടിച്ചിരിക്കും ഗൈസ്. കാരണം കാലാവസ്ഥ അങ്ങനെയൊക്കെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എപ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നിട്ട് നമ്മൾക്ക് മീനൊന്നും കിട്ടാറില്ല. അതുപോലെ ഇന്ന് നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ഞാനില്ലേ, അപ്പൊ ഇതിങ്ങനൊരു സംഭവം ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അതോ കണ്ട മീനടിക്കുന്നുണ്ടോ, ഇതൊക്കെ ചെമ്പല്ലി അടിക്കുക. നോക്കിയോ, ഇത് ഇവിടെ കണ്ടോ എത്രയോ മീനെന്ന്. അപ്പോൾ നമ്മളെന്തായാലും ഇങ്ങനെ ഇതിന് കൈ ചൂണ്ടിയാ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇതിലാദ്യം കുറച്ച് നേരം ചാള നമ്മൾക്ക് ഇട്ട് വെക്കാം, എന്നിട്ട് നമ്മൾക്ക് ഷാഡ് വലിച്ചു നോക്കാം. അപ്പം എങ്ങനെയാണെങ്കിലും ഒരു മീന് കിട്ടിയല്ലോ. കണ്ടോ, കുഞ്ഞു മീന് കണ്ടോ എത്രയാന്ന്. ക്യാമറയിൽ കാണുന്നില്ലല്ലേ, അത്രയും അധികം കുഞ്ഞു മീനാണ് ഈ സ്പോട്ടിലുള്ളത്. എന്തായാലും നമ്മൾക്കിത് കുറച്ച് നേരം ഇട്ട് വെക്കാം. ഞാൻ വെയിറ്റ് ഇട്ടിട്ടില്ല, വെയിറ്റ് ഇടണം തോന്നണല്ലേ കുറച്ച് താഴെ പോവാൻ. ഞാനില്ലേ ഇവിടെ ഫുള്ള് മത്തി കോർത്തിട്ടിട്ടുണ്ട്. കാരണം ചെറിയ പീസ് ഇട്ടപ്പോൾ അത് മൊത്തത്തിൽ ചതഞ്ഞു പോയിട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഫുൾ പീസ് ഇങ്ങനെ ഇറക്കിയിടാം. എന്നിട്ട് നമ്മൾക്കിതിവിടെ വെച്ചിട്ട് ഷാഡ് കുറച്ച് നേരം ട്രൈ ചെയ്യാം കേട്ടോ. അതേ നടക്കുള്ളൂ. ഇവിടെ എന്തായാലും കുറേ മീനുണ്ട്. ഭാഗ്യമാണ് ഗൈസ്. അതുകൊണ്ട് ഇന്ന് നമ്മൾക്ക് ഭാഗ്യമുണ്ടോ നോക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ ഉറപ്പായും കിട്ടും. മീനുകളുണ്ട്, പക്ഷേ കിട്ടണമെങ്കിൽ ഭാഗ്യം കൂടി വേണം. ഭാഗ്യമല്ല, ഭാഗ്യം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇറക്കിയിട്ട് നോക്കാം. പടച്ചോനെ, ഇന്നായിരിക്കണ ദിവസം കണ്ടോ മീനുകൾ ചാടണുണ്ടോ. ദേ ഒരുത്തൻ നടക്കണ്, അവനും മീൻ പിടിക്കാൻ വന്നാന്നാ തോന്നണേ. എന്തായാലും നമ്മൾക്ക് മീൻ പിടിക്കാം അവനേക്കാൾ ഫസ്റ്റ്. ദേ എങ്ങോട്ടേക്ക് ഒഴുകി പോകുന്നുണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾക്ക് മീൻ കിട്ടും. ഇതിവിടെ ഇങ്ങനെ വെക്കാം കേട്ടോ. ഇട്ട് വെച്ചിട്ട് കുറച്ച് നേരമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ട്രാപ്പ് എടുക്കത്ത് നോക്കാൻ കാരണം എന്താണെന്നറിയോ, ഇവിടെ ഫുള്ള് നല്ല പോലെ വെള്ളം ഒഴുക്ക് വന്നു. അപ്പോൾ നമ്മൾക്ക് ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്തുകൊണ്ട് ഇടാം കേട്ടോ. മീനൊന്നും കിട്ടിയിട്ടില്ല കണ്ടോ.
മീനൊന്നും കയറിയിട്ടില്ല. നമ്മൾക്ക് കുറച്ച് മൈദ മാവും കൂടി കുഴച്ചിട്ടിടാം. എന്തായാലും ഫിഷ് ട്രാപ്പ് നമ്മൾക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ട് ഇടാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ഫിഷ് ട്രാപ്പ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അയ്യോ എവിടെയോ കുടുങ്ങി. ഓക്കെ, ഞാൻ മൈദ മാവിന് പകരം കുറച്ച് പെല്ലറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞു പോവില്ല. അപ്പോൾ നമ്മൾക്ക് ഇവിടെ താഴത്ത് നോക്കിയിട്ട് ഇട്ട് വെക്കാം, അതാണ് കുറച്ചുകൂടി നല്ലത്. കണ്ടോ കുറേ മീനുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ മീൻ കയറട്ടെ. എനിക്കങ്ങനെ ചെമ്മീൻ വേണമെന്നൊന്നുമില്ല, ഏത് മീനായാലും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ കയറട്ടെ. നമുക്ക് എന്തായാലും ഇത് അടുത്തന്നെ ഇട്ട് വയ്ക്കും. ഇവിടെ കണ്ടോ കുറേ മീനുണ്ട് കേട്ടോ, അടുത്തന്നെ ഇട്ട് വയ്ക്കാം, അപ്പോൾ പെട്ടെന്ന് ഒഴുകി പോവില്ല. ഓക്കേ പഠിച്ചോനെ, ഒരു 10-20 മീനെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ എന്തായാലും അവിടെ ഇരിക്കട്ടെ, നമുക്കിത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കെട്ടി വയ്ക്കാം. നമുക്ക് കുറച്ച് നേരം സമാധാനമായിട്ട് ഷാഡ് വലിച്ച് നോക്കാം. ഇന്നെങ്കിലും ഷാഡ് വലിച്ചിട്ട് വല്ല മീൻ കിട്ടിയാൽ മതിയായിരുന്നല്ലേ. കുറേ നാളായി നമ്മൾക്ക് മീൻ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട്. പെട്ടെന്ന് നല്ല രീതിക്ക് ഒഴുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എന്താണാവോ, ഇപ്പം സമയം ഒരു 4:30 ആയിട്ടുണ്ടാവും. എന്തായാലും ഷാഡിൽ എന്തെങ്കിലുമൊക്കെ മീൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അമ്മേ അവിടെ വിട്ടു നോക്ക്. ഓ മൈ ഗോഷ്, എന്തോ അത്. അയ്യോ നമുക്ക് അവിടെ ഷാഡ് എറിഞ്ഞാലാ. വലിയ ഏതോ മീനായിരുന്നു. അങ്ങോട്ട് പോകാൻ പറഞ്ഞ് ഇങ്ങോട്ട് പോയി ഷാഡ്. അയ്യോ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ മീനെന്ന് ഷാഡിൽ കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ഇപ്പം ഷാഡ് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ മീൻ കിട്ടണ്ടേ. എന്തായാലും മീനുണ്ടല്ലേ, എത്രയോ മീൻ. നല്ല ഒഴുക്കായി. ഇതെന്താണിത്? നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് കല്ലൊക്കെ എടുത്തെറിയെന്ന്. അങ്ങനെയൊന്നല്ല, നല്ല മീനുണ്ട്. ഇവന്മാർക്ക് ഇവിടെ തിന്നാൻ കുറേ പൊടിമീനുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇട്ട മത്തിയിലൊന്നും കിട്ടാത്തത്. എന്തായാലും നമ്മളൊരു വലിയ മത്തി ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് പോണ സമയത്ത് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം വല്ലതും കിട്ടിയിട്ടുണ്ടോയെന്ന്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഷാഡിൽ എന്തെങ്കിലും കിട്ടുമെന്ന് ആദ്യം നോക്കാം. എൻ്റെ കൈ വരയ്ക്കുന്നൊന്നുമല്ല, ഞാൻ കുറച്ച് ആക്ഷൻ കൊടുക്കുകയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മീൻ പിടിച്ച് കണ്ടാൽ മതി എനിക്ക് ഷാഡിൽ, അതാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. ഇതിവിടെ ആരും ചൂണ്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തൊട്ടാ കപ്പയോ എന്തോ ഒരു കപ്പ പോലത്തെ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് തീറ്റയായിട്ട് കോർത്തിട്ട് ഇട്ടിട്ടുള്ളത്. ഇതൊക്കെ ഉള്ളതാണോ? ഓ ക്യാമറ ഓണാണ്. അവിടെ എന്തോ സൗണ്ട് കേൾക്കണോണ്ട് ഞാൻ അങ്ങോട്ട് നോക്കി. ഓ ഞാൻ കാണിച്ചു തരാട്ടോ. ഇനി ഇവിടെ വല്ല സാധനം ഉണ്ട് താഴത്ത്. അല്ലല്ലല്ല ഉറപ്പാ മീൻ വന്ന് സ്ട്രൈക്ക് ചെയ്ത്. പടച്ചോനെ വീഡിയോ കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഭാഗ്യം. ഒരിക്കൽ കൂടി അവൻ സ്ട്രൈക്ക് ചെയ്യാൻ വന്നാൽ മതി. നമ്മൾക്ക് മിണ്ടാണ്ട്. ഗൈസ് ഞാനില്ലേ ബാക്കിൽ എന്തോ സൗണ്ട് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കിയ സമയത്താണ്. ഇപ്പം എന്തുട്ടാ ഇവിടെ കട്ട്. അല്ലെങ്കിൽ അത് ആവശ്യ സമയത്ത് അങ്ങനെയൊക്കെ തന്നെ. പഠിച്ചോനെ പ്ലീസ് ഒന്നുകൂടി ഒന്ന് സ്ട്രൈക്ക് കിട്ടിയാൽ മതിയായിരുന്നല്ലേ. ഞാൻ പക്ഷെ അന്ന് എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. കടക്ക് പറഞ്ഞിട്ട് മീൻ സ്ട്രൈക്ക് ചെയ്യണേൻ്റെ വന്ന്. അല്ലെങ്കിലും അങ്ങനെയാ, നമ്മൾ ഒരു 20 കാസ്റ്റ് നല്ല പോലെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കും. 21ാമത്തേൽ നമ്മൾ വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും, അപ്പോൾ ഒന്ന് സ്ട്രൈക്ക് ചെയ്യും. എനിക്ക് എപ്പോഴും കിട്ടുന്ന പണിയാണ്. ചെറിയൊരു അശ്രദ്ധ മാറിയ അപ്പോൾ എന്തെങ്കിലും പണി കിട്ടും. നമുക്ക് എന്തായാലും നോക്കാം, ഒരിക്കൽ കൂടി സ്ട്രൈക്ക് കിട്ടിയാൽ മതിയായിരുന്നു. നമ്മൾ ബ്രൈഡൽ ലൈനെ കുറച്ച് മാറ്റിയിട്ടുണ്ട്, കാരണം വെറുതെ അല്ലേ കുടുങ്ങുക. അതെന്താന്ന് ഞാൻ പിന്നെ കുറച്ച് നേരിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ നമ്മൾക്ക് സ്ട്രൈക്ക് കിട്ടിയ ഒരു മീനില്ലേ, അവനെ പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അവൻ മിസ്സായിപ്പോൾ. ചേടാ എന്നാലും ഞാൻ എന്തായാലും ഭയങ്കര കെയർലെസ് ആയിട്ടിരുന്നേ. ഒരു മീനൊന്നും കിട്ടിയാൽ മതിയായിരുന്നു. ഷാഡിൽ കിട്ടും എന്തായാലും, നമ്മൾക്ക് സ്ട്രൈക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ മീൻ കിട്ടാനുള്ള സാധ്യതൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. എന്താണ് എനിക്ക് തോന്നുന്നത് ഗൈസ്, ആ സ്ട്രൈക്ക് കിട്ടിയ മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നേരമായി ആ സ്ഥലത്ത് തന്നെ കാസ്റ്റ് ചെയ്യണ്. പക്ഷെ അവൻ എവിടേക്കോ എസ്കേപ്പായി പോയിട്ടാ. എന്നാൽ പിന്നെ അവൻ വേണ്ട, വേറെ ആരെങ്കിലും വന്നാൽ മതിയെന്നേ. എത്ര നേരമായി സെയിം സ്ഥലത്ത് തന്നെ ഞാൻ കാസ്റ്റ് ചെയ്യണ്. ഒന്നും കൂടി ഒരു സ്ട്രൈക്ക് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി സന്തോഷമായേനെ കേട്ടോ. നമ്മൾ സ്ഥലം മാറി കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
എന്താവോ എന്തോ. നമ്മൾ കുറച്ച് നേരമായിട്ട് ഇപ്പോൾ മറ്റേ കാസ്റ്റിംഗ് നിർത്തിച്ചിട്ട് നമ്മളില്ലേ നമ്മുടെ കുരുത്തിയിൽ മീൻ പെട്ടോന്ന് പോയി പതുക്കെ പോയി നോക്കാട്ടോ. മീൻ പെടുവോന്നൊന്നും എനിക്കറിഞ്ഞൂടെ. കുറേ കുഞ്ഞു മീനുണ്ട്. നമ്മളെന്തായാലും ഏത് മീനാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. കുഞ്ഞു മീനൊക്കെയാണെങ്കിൽ നമ്മൾ എന്തായാലും റിലീസ് ചെയ്യണം. പഠിച്ചനെ എന്തെങ്കിലുമൊക്കെ വലിയ മീൻ കിട്ടിയാൽ മതിയായിരുന്നു. വെള്ളം നല്ലപോലെ ഇറങ്ങുന്നതുകൊണ്ട് നമ്മളിതിപ്പോൾ ഇവിടെയായി നമ്മുടെ കുട. അമ്മീ എത്രയോ കുഞ്ഞുമീന്. അയ്യോ ഇതിൻ്റെ പുറത്തും കുഞ്ഞുമീന്, കുറേ അകത്തും കുഞ്ഞുമീന്. കുഞ്ഞുമീൻ എന്നെ ഉണ്ടാവുള്ള തോന്നുന്നുണ്ട്. വലിയ മീൻ എന്തെങ്കിലും ഉണ്ടോ? ഇതിലൊക്കെ കരിമീനാ. ഓ കുറേ മറ്റേ കുഞ്ഞുമീനുണ്ട്. 2 കരിമീന് കുഞ്ഞത്, ഒരു വലിയ കരിമീൻ. പടച്ചോനീ ഇതൊക്കെ എങ്ങനെ സാധിക്കണ്? നമ്മുടെ ഫിഷ് ട്രാപ്പില് ഇത് ഞാനൊന്ന് അഴിക്കട്ടെ. അയ്യോ ദിവണ്ണം ഇതൊക്കെ എടുക്കട്ടെ. മീൻ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അമ്മച്ചി ഇതിലെ മീനൊക്കെ പെടും ശരിക്കും. ഇപ്പം ഇതൊക്കെ സത്യമാണല്ലേ? ഞാൻ ശരിക്കും വിചാരിച്ചിട്ടില്ല ഗൈസ് മീനൊക്കെ പെടുമെന്ന്. നമുക്ക് ഇവിടെ നിന്ന് അഴിച്ച് നോക്കാം. കണ്ടോ ഇതൊന്ന് അഴിക്കട്ടെ. ഇത് നോക്ക്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതിൽ കൂടി എടുക്കാമല്ലേ മീന്. അമ്മേ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. വലിയ കരിമീൻ കിട്ടിയിട്ടുണ്ട്. പടച്ചവനെ കവറൊന്നും കൊണ്ടുവന്നിട്ടില്ല. കവർ ഒന്നും കൊണ്ടുവരാത്ത ദിവസമാണ് നമ്മൾക്ക് മീൻ കിട്ടുന്നത്. കണ്ടോ നമ്മൾക്ക് കൈപ്പത്തിയോളം വലുപ്പമുള്ള ഒരു മീനാണ് നമുക്ക് ഫിഷ് ട്രാപ്പിൽ കിട്ടിയിട്ടുള്ളത്. കണ്ടോ ഇനി ചത്ത മീൻ കിട്ടുന്നൊന്നും ആരും പറയരുതാ. ജീവനുണ്ട്. എടാ ജീവനുണ്ടെടാ, കാണിക്ക്. ജീവനുണ്ട്. എടാ വായി തുറക്ക്. കണ്ടോ ജീവനൊക്കെ ഉണ്ട് കേട്ടോ. ഇനി വേറെ 2 കുഞ്ഞു മീനുണ്ട്. ഇവന്മാരിനെ നമ്മൾ റിലീസ് ചെയ്യാം അല്ലേ? അത്രയും കുഞ്ഞതാ. ഇനി ഒന്നും കൂടി ഉണ്ടായിരുന്നല്ലോ. അവൻ പോയാ? അവനെവിടെ? ഇനി ഒരു ഇത് കണ്ട 2 കുഞ്ഞു മീന്. ഓ മൈ ഗോഷ് അതോ പോയി. ഇതിനെ റിലീസ് ചെയ്യാട്ടോ. ഇത് കണ്ടോ ഇത്രയേ ഉള്ളൂ. ഇത് 2 എണ്ണം. അതിനെ വലുത് അവിടെ തന്നെ ഉണ്ട്. നമുക്കിതിനെ റിലീസ് ചെയ്താലോ എന്നാൽ ഫസ്റ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ 2 കരിമീനില്ലേ നമ്മൾ റിലീസ്. പടച്ചോനെ ഇപ്പം ചത്തേനെ ഞാൻ വഴിക്ക് റിലീസ് ചെയ്യാം ഫസ്റ്റ്. ഓക്കെ ഇനി ഈ ട്രാപ്പ് നമ്മൾക്ക് ഇവിടെ തന്നെ വെക്കാം കേട്ടോ. എന്തായാലും നമുക്ക് ഒന്നുകൂടി ഇടാം. എന്നിട്ട് വേറെ വല്ല മീൻ കിട്ടുമോ നോക്കാം. ഓക്കെ അത് അവിടെ തന്നെ കിടന്നോട്ടെ. നമ്മൾക്കപ്പം എന്തായാലും ഫിഷ് ട്രാപ്പ് വർക്കിംഗ് ആണ് കേട്ടോ. അതിൽ 3 നമ്മൾക്ക് കുറച്ച് മുന്നേ ഫിഷ് ട്രാപ്പ് മേടിക്കണമായിരുന്നു. എന്തായാലും അതിൽ മീൻ കിട്ടിയ സ്ഥിതിക്ക് നമ്മളൊന്നും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഷാഡിൽ കൂടി കുറച്ച് നേരം നോക്കാം. ഇതേ അവിടെ പിള്ളേർ തോണിയിലൊക്കെ തുഴയുണ്ട് കേട്ടോ. പിള്ളേരാണോ വലിയ ചേട്ടന്മാരൊന്നും അറിഞ്ഞുകൂടാ. പാട്ടൊക്കെ പാടുന്നുണ്ട്. എന്തായാലും നമ്മൾക്ക് കുറച്ച് നേരം ഷാഡ് വലിക്കാം. ഗൈസ് ഞാനിപ്പോൾ ഒരു കാര്യം ആലോചിച്ചതാണ്. ഞാൻ ഷാഡിൽ എപ്പോഴാണോ ആദ്യമായിട്ട് മീൻ പിടിക്കുന്നത് അന്ന് നമ്മൾ ഒരു ഗിവ് അവേ സെറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഒരു ഷാഡോ ലൂറോ ചെറുതായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഗിവ് അവേ കൊടുക്കാം. അപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ. സോ ഷാഡിൽ മീൻ കിട്ടിയാൽ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും കൂടി സന്തോഷമാവാനാണ് ഞാൻ ഗിവ് അവേ ചെയ്യുന്നത്. നോക്കട്ടെ നമുക്ക് മീൻ കിട്ടുമെന്ന്. എന്റെ പേരെന്താ? ഡിംബു. ഡിംബു അച്ചോടോ ക്യൂട്ടായിട്ടുണ്ട് ഡിംബുവിനെ കാണാൻ. ഡിംബു അമ്മേ ശരി സാർ. അമ്മേ നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾക്ക് സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഷാഡിൽ വലിയൊരു സ്ട്രൈക്ക് കിട്ടിയത്. പക്ഷേ അത് മിസ്സായി. എന്നാലും കുഴപ്പമില്ല, നമ്മൾ കുറച്ച് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് നമ്മുടെ ഫിഷ് ട്രാപ്പിൽ കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഞാൻ പിന്നെ കുറച്ച് നേരം കൂടി ഫിഷിങ് ചെയ്തു കേട്ടോ. കുറച്ചല്ല ഇത്ര നേരം വരെ ഫിഷിങ് ചെയ്യായിരുന്നു. പിന്നെ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ കുറച്ച് പേരവിടെ ഫിഷിങ് ചെയ്യാൻ വന്നപ്പോൾ പിന്നെ ഞാൻ ഫിഷിങ് നിർത്തി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ
വീഡിയോ ഇത്രയേ ഉള്ളൂ. പക്ഷെ നാളെ നമ്മൾ കുറച്ചും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ 1 മാസം ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്യാപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡെയിലി കമൻറ്റ് വരുന്നത് എന്താന്ന് വെച്ചാൽ ലോങ് വീഡിയോ ഇടൂ പ്ലീസ്, എന്താ മീന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ലോങ് വീഡിയോ ഇടുന്ന്. ഇങ്ങനെ തങ്കപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനെ വേറെ എവിടെ കിട്ടും? അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് ഞാൻ വീഡിയോ എടുത്തത്. ഇന്ന് മീന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തത് എന്ത് മീന് പിടിക്കുന്ന വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.